One question I always get is എന്തുകൊണ്ടാണ് മോക്ക് സ്കോളിയോസിസ് വന്നത് അല്ലെങ്കിൽ മോന് സ്കോളിയോസിസ് വന്നത്? നമ്മൾ ആദ്യമായിട്ടൊരു കുട്ടിയെ കാണുമ്പോൾ തന്നെ ഒരു 70 ഡിഗ്രി 80 ഡിഗ്രിയോളം ആ ഒരു വളവുണ്ടെങ്കിൽ ഒരുപാട് ഡിലേ ചെയ്യാൻ പറ്റുന്ന ഒരു സിനാരിയോ അല്ല. ചില സ്ട്രൈക്കിംഗ് കാര്യങ്ങളുണ്ട്. ഒന്ന്, പെൺകുട്ടികളിലാണ് ഇത് കൂടുതലും കണ്ടുവരുന്നത് ആസ് ഒപ്പോസ് ടു ബോയ്സ്. അതും ഒരു ഫാക്റ്റാണ്. അപ്പം വളവ് കൂടുന്നതനുസരിച്ച് നമുക്ക് ഓപ്പറേഷൻ്റെ റിസ്ക് ഫാക്ടേഴ്സും കൂടുതലായിരിക്കും. ഇതിപ്പം ഇന്നത്തെ ഒരു ടോക്ക് കേൾക്കുന്ന എല്ലാവരും ഇനി നോക്കും, മോക്ക് വളവുണ്ടോ, മോന് വളവുണ്ടോ. മാതാപിതാക്കളായിരിക്കും ആദ്യം അത് നോട്ട് ചെയ്യുന്നത്. ഒരു ചെറിയൊരു തള്ളൽ പോലെ കാണാം, അല്ലെങ്കിൽ ഒരു വശത്തേക്ക് വളഞ്ഞിരിക്കുന്നത്. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അത് ഉടനെ തന്നെ ഒരു ഡോക്ടറെ കാണിച്ച് അതിനെ ഇവാലുവേറ്റ് ചെയ്യണം ആ ഒരു ഏജിൽ. ഇത് ഇഡിയോപ്പതിക് അഡോളസൻസ് സ്കോളിയോസിസ് എന്ന് പറയുന്നത്, ഇഡിയോപ്പതിക് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം വി ആർ ഇഡിയറ്റ്സ്, വി ഡോണ്ട് നോ. അമ്മയ്ക്ക് സ്കോളിയോസിസ് ഉണ്ട്, കുഞ്ഞിന് സ്കോളിയോസിസ് വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ monitor ചെയ്യണം. So it can run in family. So if a parent has a scoliosis due to this condition, the child may also develop scoliosis. ഹലോ, ഞാൻ നന്ദഗോപൻ, ചീഫ് ഫിസിയോതെറാപ്പിസ്റ്റ് at SP Mediford Hospital. ഇന്ന് നമ്മുടെ എപ്പിസോഡ് ഇസ് ക്വൈറ്റ് സ്പെഷ്യൽ ബിക്കോസ് ജൂൺ മന്ത് ഇസ് അബൌട്ട് സ്കോളിയോസിസ് അവയർനെസ്. സ്കോളിയോസിസ് അവയർനെസ് മന്താണ് ജൂൺ മാസം. ആൻഡ് we'll be talking about all things scoliosis. ഈ അവയർനെസ് മന്ത് ക്രിയേറ്റ് ചെയ്തതിൻ്റെ പ്രൈമറി പേർപ്പസ് തന്നെ ഇറ്റ് ഈസ് അബൌട്ട് ലെറ്റ് ദ കോമൺ മാൻ നോ എന്താണ് സ്കോളിയോസിസ്, വൈ ഇറ്റ് ഹാസ് ടു ബി ഡിറ്റക്റ്റഡ് ഏർലി, എത്രയും പെട്ടെന്ന് അത് കണ്ടുപിടിക്കുന്നതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണ്. ആൻഡ് ടുഡേ വി ഹാവ് വിത്ത് us ഡോക്ടർ പ്രവീൺ. He is a pediatric orthopedician and he is one of the few people who are able to help you diagnose this very early. ഏറ്റവും കൂടുതൽ കുട്ടികളെ ഓർത്തോപെഡിക് കണ്ടീഷൻസ് കാണുന്നത് പ്രവീൺ സാറാണ്. അപ്പം he'll be with us today. And along with that we'll have Dr. Ashok Thomas. He's a spine surgeon. He is the guy who helps you when it comes to a point where ഒരു സർജിക്കൽ ഡിസിഷൻ മേക്കിംഗ് വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്, how to go about it എന്നുള്ളൊരു കീ പ്രോബ്ലം സോൾവർ തന്നെ ഡോക്ടർ അശോക് തോമസ് ആണ്. ആൻഡ് ഐ പ്ലേ എ സ്മോൾ റോൾ ഹിയർ ഓൾസോ. ഞാൻ ഒരു ഷോർട്സ് ട്രെയിൻഡ് തെറാപ്പിസ്റ്റാണ്, ഒരു ഷോർട്ട് പ്രാക്ടീഷണറാണ്. അങ്ങനെ പറയുമ്പോൾ സ്കോളിയോസിസ് എന്നുള്ള കണ്ടീഷൻ ട്രീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു എക്സസൈസ് സ്ട്രാറ്റജിയാണ്, ഒരു ജർമ്മൻ എക്സസൈസ് സ്ട്രാറ്റജിയാണ് ഷ്രോത്ത്. അപ്പം ആ ഷ്രോത്ത് മെത്തേഡ് യൂസ് ചെയ്ത് സ്കോളിയോസിസ് കൺസർവേറ്റീവ്ലി ട്രീറ്റ് ചെയ്യാൻ ഒരു സിസ്റ്റം കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഞാനും. സോ ദ ത്രീ ഓഫ് us ആക്ച്വലി ഇൻഫാക്ട് വർക്ക് ടുഗെദർ ആസ് എ ടീം for helping you get over scoliosis. Welcome to Vital Voices. Let's begin today's episode. Sir, so what is scoliosis? സ്കോളിയോസിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നട്ടെല്ലിൻ്റെ ഒരു വശത്തേക്കുള്ള വളവ്. ഇപ്പോൾ നമ്മൾ നോർമലി നോക്കിയാൽ നട്ടെല്ലിൻ്റെ നമ്മൾ ഒരാളെ മുന്നിൽ നിന്ന് കാണുമ്പോൾ അല്ലെങ്കിൽ പുറകിൽ നിന്ന് കാണുമ്പോൾ നട്ടെല്ല് ഏകദേശം സ്ട്രെയിറ്റ് ആയിരിക്കണം. അതൊരു ഏതെങ്കിലും ഒരു ഭാഗം 10 ഡിഗ്രിയിൽ കൂടുതൽ വലത്തേക്കോ ഇടത്തേക്കോ വളഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ സ്കോളിയോസിസ് എന്ന് പറയും. സോ ഈ കൂടുതലും കുട്ടികളിലാണ് സാർ സ്കോളിയോസിസ് കാണുന്നത്. വൈ? There are different types of scoliosis and different age groups in which they're present. So one type of scoliosis is called congenital scoliosis. That is, when the child is born, there is some abnormality in the bones of the spine which causes a bend or a curvature of the spine. Then there are types of scoliosis which begin in early childhood, in middle childhood, and in adolescence, or rather the teenage groups. So that this age groups from newborns to teens is the usual time when we see scoliosis. ആൻഡ് ഈ കാറ്റഗറിയിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ടീനേജേഴ്സിലാണെന്ന് തോന്നുന്നല്ലേ? Yes, what we call the adolescent idiopathic scoliosis is one of the commonest types of scoliosis. One question I always get is എന്തുകൊണ്ടാണ് മോക്ക് സ്കോളിയോസിസ് വന്നത് അല്ലെങ്കിൽ മോന് സ്കോളിയോസിസ് വന്നത്? അപ്പം ഐ ഓൾവേസ് ടെൽ മൈ പേഷ്യൻസ്, ഇത് ഇഡിയോപ്പതിക് അഡോളസൻസ് സ്കോളിയോസിസ് എന്ന് പറയുന്നത്, ഇഡിയോപ്പതിക് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം വി ആർ ഇഡിയറ്റ്സ്, വി ഡോണ്ട് നോ എന്നുള്ളതാണ്. ബിക്കോസ് വി സിംപ്ലി ഡോണ്ട് നോ വൈ ഇറ്റ് ഹാപ്പൻസ്. പക്ഷേ ചില സ്ട്രൈക്കിംഗ് കാര്യങ്ങളുണ്ട്. ഒന്ന്, പെൺകുട്ടികളിലാണ് ഇത് കൂടുതലും കണ്ടുവരുന്നത് ആസ് ഒപ്പോസ് ടു ബോയ്സ്. അതും ഒരു ഫാക്റ്റാണ്. ഓക്കെ, സോ വാട്ട് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഹിയർ? ഇപ്പം പാരൻസ് ചിലർ നമ്മുടെ അടുത്ത് വരുമ്പം പനിയായിട്ട് എക്സ്റേ എടുത്തപ്പോൾ സ്പൈനിൽ വളവ് കണ്ടു, അങ്ങനെയാണ് ഇവിടെ വന്നത്. ചിലർ പറയും നടത്തത്തിന് എന്തോ വ്യത്യാസമുണ്ട്. ആൻഡ് ചിലർ പറയും അല്ലെങ്കിൽ ഇതിപ്പോൾ എന്താ പറയുക, അയാൾ നിൽക്കുമ്പോൾ വളഞ്ഞാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഇരിക്കുമ്പം ചരിഞ്ഞാണ് കിടക്കുന്നത്, കിടക്കുമ്പോൾ കൊഞ്ചിനെ പോലെ കിടക്കുന്നു. ഇങ്ങനത്തെ ചില
കാര്യങ്ങളാണ് അവർ നോട്ട് ചെയ്യുന്നത്. സോ വേർ ഡു വി സ്റ്റാർട്ട്? ഈ പാരൻസ് ഇതിനെ ഓവർ ട്രീറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ടോ? അല്ലെങ്കിൽ ഇതിപ്പം ഇന്നത്തെ ഒരു ടോക്ക് കേൾക്കുന്ന എല്ലാവരും ഇനി നോക്കും, മോക്ക് വളവുണ്ടോ, മോന് വളവുണ്ടോ? സോ വാട്ട് ഈസ് ഒരു സെയിൻ ആൻഡ് കോമൺ പ്ലേസ് ടു സ്റ്റാർട്ട്? എന്താണ് ചെയ്യേണ്ടത് പാരൻസ്? അപ്പോൾ ഇതിൽ പിന്നെ നന്ദൻ പറഞ്ഞ പോലെ ഈ 3 രീതിയിലും അത് വരാം. മുതുകിൻ്റെ ഒരു ഭാഗത്തായിട്ടൊരു തള്ളൽ പോലെ കാണാം, അല്ലെങ്കിൽ നടത്തയിലൊരു ചരിവ് പോലെ കാണാം, അല്ലെങ്കിൽ ആ ഒരു ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇടുപ്പിൻ്റെ ഭാഗത്തായിട്ട് ഒരു വശത്ത് ഒരു കുഴിവ് പോലെ കാണാം. അങ്ങനെ പല രീതിയിൽ അത് വരാം. അത് കുട്ടിയുടെ ഏജ് അനുസരിച്ചാണ്. ഡോക്ടർ പ്രവീൺ പറഞ്ഞ പോലെ കൺജെനിറ്റൽ സ്കോളിയോസിസ് പറഞ്ഞാൽ ജന്മനാ ഉള്ള നട്ടലിൻ്റെ എന്തെങ്കിലും വ്യത്യാസങ്ങൾ കാരണം, നട്ടലിൻ്റെയോ ഞരമ്പിൻ്റെ എന്തെങ്കിലും വ്യത്യാസങ്ങൾ കാരണം നട്ടലിന് വരുന്ന വളവാണ് കൺജെനിറ്റൽ സ്കോളിയോസിസ്. അത് കുറേ കൂടെ യങ്ങർ ഏജിൽ കുട്ടികളിൽ കാണാം. ഒരു 2 വയസ്സോ ഇവന് 1 വയസ്സിൽ മുതൽ നമുക്ക് കണ്ടു തുടങ്ങും. അപ്പം അത് മാതാപിതാക്കളായിരിക്കും ആദ്യം അത് നോട്ട് ചെയ്യുന്നത്. ഒരു ചെറിയൊരു തള്ളൽ പോലെ കാണാം, അല്ലെങ്കിൽ ഒരു വശത്തേക്ക് വളഞ്ഞിരിക്കുന്നത്. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അത് ഉടനെ തന്നെ ഒരു ഡോക്ടറെ കാണിച്ച് അതിനെ ഇവാലുവേറ്റ് ചെയ്യണം ആ ഒരു ഏജിൽ. പിന്നെ കുട്ടി വളരുന്നതനുസരിച്ച് അത് കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നോക്കിയാണ് നമ്മളതിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. രണ്ടാമത്തത് എന്ന് പറയുന്നത് ഒരു അഡോളസെൻ്റ് ഇഡിയോപ്പത്തിക് സ്കോളിയോസിസ് എന്ന് പറയും. അത് യൂഷ്വലി നമ്മൾ കൂടുതലും കാണുന്ന ഒരു അഡോളസെൻ്റ് ഏജിലാണ്. അതൊരു 8 വയസ്സ് മുതൽ തന്നെ കണ്ടു തുടങ്ങാം. എന്നാലും കൂടുതലും അഡോളസെൻ്റ് ഏജിൽ, നേരത്തെ പറഞ്ഞ പോലെ പെൺകുട്ടികളിലാണ് കൂടുതൽ കാണുന്നത്. നമ്മുടെ മെൻസസ് ഒക്കെ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ആ ഒരു വളവ് അപ്പിയർ ചെയ്യും. എന്നിട്ട് കുട്ടി പൊക്കം വെക്കുന്നതനുസരിച്ച് ആ വളവ് കൂടും. എന്നിട്ട് ഒരു 17-18 വയസ്സാകുമ്പോൾ അതിൻ്റെ വളവിൻ്റെ വളർച്ചയും നിൽക്കും. അങ്ങനെയാണ് ആ ഒരു അഡോളസെൻ്റ് സ്കോളിയോസിസ് പോകുന്നത്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ എളുപ്പം ഒരു വാരിയലിൻ്റെ തള്ളലാണ്. അപ്പം കുട്ടി മുന്നോട്ടിങ്ങനെ കുനിഞ്ഞ് നിൽക്കുമ്പോൾ നമുക്ക് പുറകിൽ നിന്ന് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ആ ഒരു വാരിയൽ ഒരു വശത്ത് റിബ്സ് വാരിയല്ലുകൾ ഒരു വശത്ത് പൊങ്ങി നിൽക്കുന്നതായിട്ട് കാണാം. അപ്പോൾ അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഉടനെ നോട്ട് ചെയ്യുകയും അത് ഒരു ഡോക്ടറെ കാണിച്ചൊന്ന് ഇവാലുവേറ്റ് ചെയ്യുകയും വേണം. ഇതാണ് രണ്ടാമത്തെ തരത്തിലുള്ള അഡോളസെൻ്റ് ഇഡിയോപ്പത്തിക് സ്കോളിയോസിസ്. പിന്നെ ഉള്ളത് ന്യൂറോ മസ്കുലർ സ്കോളിയോസിസ്. അത് ഞരമ്പിൻ്റേതായിട്ടുള്ള വേറെ അസുഖങ്ങളുള്ള കുട്ടികളിലോ അഡൾട്ട്സിലോ വരുന്ന പ്രോബ്ലം ന്യൂറോ മസ്കുലർ സ്കോളിയോസിസ് ആയിട്ട് വരാം. പിന്നെ ഒരു ലാസ്റ്റ് കാറ്റഗറി ഉണ്ട്, ഡീജനറേറ്റീവ് സ്കോളിയോസിസ്. അത് പ്രായമായവരിൽ തേയ്മാനം കാരണം വരുന്നത്. അതൊരു 50-60 വയസ്സ് കഴിഞ്ഞവരിൽ കാണുന്ന ഒരു വളവാണ്. ഈ കോൺജെനിറ്റൽ സ്കോളിയോസിസ് എന്ന് പറയുമ്പം അത് യൂഷ്വലി വളരെ പെട്ടെന്ന് ക്യാച്ച് ഓൺ ചെയ്യും. കാര്യം ന്യൂ ബോൺ ബേബീസ് 3-4 പ്രാവശ്യം ഇങ്ങനെ ഡോക്ടർ ചെക്കപ്സ്, വാക്സിനേഷനൊക്കെ പോകുമ്പോൾ പീഡിയാട്രീഷ്യൻസ് ഒരുപാട് എക്സ്പോഷർ ഉള്ളതുകൊണ്ട് തന്നെ അത് ഐഡൻറ്റിഫിക്കേഷൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും, അല്ലേ സർ? അതെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മാനേജ്മെൻറ്റ് എന്തായിരിക്കും? അതിനൊരു എമർജൻസി മാനേജ്മെൻറ്റ് ആവശ്യമുണ്ടോ? ഇതിൽ കൺജെനിറ്റൽ സ്കോളിയോസിസിൽ ഇപ്പോൾ സ്കോളിയോസിൻ്റെ ഒരു കാറ്റഗറിയിൽ അങ്ങനെ ഒരു എമർജൻസി എന്നുള്ള മാനേജ്മെൻറ്റ് ആവശ്യമില്ല. പക്ഷേ പലപ്പോഴും നമ്മളത് വളരെ ക്ലോസ് ആയിട്ട് അത് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ക്ലോസ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യണം. ഇപ്പോൾ കൺജെനിറ്റൽ സ്കോളിയോസിസിൽ ഇപ്പം നട്ടലിനൊരു ഹെമി വെർട്ടിബ്ര അല്ലെങ്കിൽ ബട്ടർഫ്ലൈ വെർട്ടിബ്ര അങ്ങനെ പല, അല്ലെങ്കിൽ ബോണി ബാർ ഇങ്ങനെ ബട്ടർഫ്ലൈ ഹെമി വെർട്ടിബ്ര എന്ന് പറഞ്ഞാൽ ഒരു നട്ടലിൻ്റെ ഒരു കശേരുവിൻ്റെ ഒരു പകുതി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, മറ്റേ പകുതി ഹാഫേ കാണുള്ളൂ. അപ്പോൾ ആ ഹാഫ് വളരും, അവിടെ ഇല്ലാത്ത മറ്റേ ഹാഫിൻ്റെ ഭാഗത്ത് ഒരു ഡെഫിഷ്യൻസി കാണും. അതുകൊണ്ട് ഈ വളരുന്ന ഹാഫ് നട്ടലിനെ ഒരു വശത്തേക്ക് വളയ്ക്കും, കുട്ടി പൊക്കം വെക്കുന്നതനുസരിച്ച്. ഓക്കെ. പക്ഷേ ചില കുട്ടികളിൽ ഇവിടെ ഒരു ഹെമി വെർട്ടിബ്ര ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ മറ്റൊരു ഹെമി വെർട്ടിബ്രയും കൂടെ കാണാം. അതും ജന്മനാ തന്നെ വരുന്ന ഒരു. അപ്പോൾ ഫോളോ അപ്പ് ചെയ്യുമ്പോൾ അറിയാം, ഒരു 3 മാസം 6 മാസത്തിൽ നമ്മൾ എക്സ്റേ നോക്കുമ്പോൾ അറിയാം ഇത് വളയുന്ന ടൈപ്പാണോ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഇത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലോസ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്ത് ഓപ്പറേഷൻ ചില കേസുകളിൽ ആവശ്യം വരാം, അത് എത്രയും വേഗം അത് ചെയ്യേണ്ടതാണ്. എമർജൻസി ആയിട്ട് സ്കോളിയോസിസ് ഉള്ള ഒരാളെ ഐഡൻറ്റിഫൈ ചെയ്തു, ഇപ്പോൾ പാരൻസ് പറയേണ്ടത് ഇത് വളർന്നു വരെയല്ലേ, ഒരു എമർജൻസി ആയിട്ട് ട്രീറ്റ്മെൻറ്റ് സീക്ക് ചെയ്യേണ്ട എന്തെങ്കിലും ഒരു സിനാറിയോ ഉണ്ടോ? ഒരു റെഡ് ഫ്ലാഗ് എന്ന് പറയാൻ പറ്റുന്നത്, മോക്കോ അല്ലെങ്കിൽ മോനോ സ്കോളിയോസിസ് ഉണ്ട്, അയാളത് ഹീസ് ഗ്രോയിങ്, വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല, പക്ഷേ എമർജൻസി ആയിട്ടില്ല. ഇത് പെട്ടെന്ന് നിങ്ങൾ ഇപ്പം നമ്മളൊരു ഓപ്പറേഷൻ കഴിഞ്ഞ ഒരു പേഷ്യൻറ്റിനെ വീട്ടിൽ പറഞ്ഞു വിടുമ്പോൾ പറയും പനിയോ അല്ലെങ്കിൽ സ്വെല്ലിങ്ങോ അല്ലെങ്കിൽ റെഡ്നെസ്സോ എന്തെങ്കിലും അൺസൈറ്റ്ലേറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ തന്നെ തിരിച്ച് വിളിക്കണം, കോൺടാക്ട് ചെയ്യണം എന്ന് പറയും. അതുപോലെ സ്കോളിയോസിസിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? Look for any nerve compression in the legs. If there are some conditions in which scoliosis, കയ്യോ കാലിൻ്റെ മരവിപ്പോ അങ്ങനെ എന്തെങ്കിലും സിംറ്റംസ് അല്ലേ? ഇതിൽ സ്കോളിയോസിസിൽ ആക്ച്വലി നമുക്കങ്ങനെ ഒരു എമർജൻസി സിറ്റുവേഷൻ എക്സ്ട്രീംലി റെയർ ആയിട്ട് വരാറുള്ളൂ. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ടൊരു കുട്ടിയെ കാണുന്നു, അങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു 70 ഡിഗ്രി 80 ഡിഗ്രിയോളം ആ ഒരു വളവുണ്ടെങ്കിൽ അത് നമ്മൾ ഒരുപാട് ഡിലേ ചെയ്യാൻ പറ്റുന്ന ഒരു സിനാരിയോ അല്ല.
നമുക്കത് വേഗം തന്നെ അതിനെ അഡ്രസ്സ് ചെയ്യേണ്ട. പക്ഷേ അത് എമർജൻസി ആയിട്ടല്ല, ഒരു സെമി അർജൻറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു മാസത്തിനകം വല്ല തന്നെ അഡ്രസ്സ് ചെയ്ത് ട്രീറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം അതിനകത്തുണ്ട്. കാരണം ഇത് കുട്ടി വളരുന്നതനുസരിച്ചാണ് ഇതിൽ പ്രോബ്ലംസ് വരുന്നത്. പിന്നെ വളരെ റെയറായിട്ട് വരാവുന്ന കൺജന്റൽ സ്കോളിയോസിസിലും അല്ലെങ്കിൽ ടെതേർഡ് കോഡ് എന്നൊക്കെ പറയുന്ന കണ്ടീഷൻസിലൊക്കെ നമുക്ക് ഇപ്പം ഡോക്ടർ പ്രവീൺ പറഞ്ഞതുപോലെ ഞരമ്പിൻ്റെ പ്രശ്നങ്ങൾ കാണാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഡയസ്റ്റമെറ്റോമൈലിയ എന്ന് പറയുന്ന സ്പ്ലിറ്റ് കോഡിലൊക്കെ ചിലപ്പോൾ ഞരമ്പിൻ്റെ സ്പൈനൽ കോഡിന് തന്നെ പ്രശ്നങ്ങൾ വരാനും വീക്ക്നെസ് വരാനും സാധ്യതയുണ്ട്. അത് അങ്ങനെ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യത്തെ സൂചനയിൽ തന്നെ നമ്മൾ അതിനെ അഡ്രസ്സ് ചെയ്യണം. എൻ്റെ ഈ സാർ ഇപ്പോൾ ഒരു ഡിഗ്രിയുടെ കാര്യം പറഞ്ഞില്ലേ, അപ്പം അതൊരു ക്ലാസിഫിക്കേഷൻ ക്രൈറ്റീരിയ ആണോ? അതായത് ഡിഗ്രി എന്ത് ഡിഗ്രി ആണെന്ന് വെച്ചാണോ ട്രീറ്റ്മെൻറ്റ്സ് ഡിസൈൻ ചെയ്യുന്നത്? ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ ബെൽറ്റ് യൂസ് ചെയ്യാൻ പറയാറുണ്ട് ചില പേഷ്യൻസിൻ്റെ അടുത്ത്. അപ്പം അത് എല്ലാം ഈ ഡിഗ്രിയുടെ ബേസിസിൽ നിന്നാണ് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. നമ്മൾ അങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്. അപ്പം അതിനെപ്പറ്റി ഒരു റഫ് ഐഡിയ എന്താണ്? ഇപ്പോൾ നന്ദൻ പറഞ്ഞ ആംഗിൾ എന്ന് പറയുന്നത് നമ്മൾ കോബ് ആംഗിൾ എന്ന് പറയും. അതായത് ഒരു വളവുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും മുകളിലത്തെ വെർട്ടിബ്രയുടെ മുകളിൽ ഒരു വര വരയ്ക്കും, താഴത്തെ ആ വളവിൻ്റെ താഴെയുള്ള വെർട്ടിബ്രയിൽ വര വരയ്ക്കും. ഈ രണ്ട് വരകൾ തമ്മിലുള്ള ആംഗിൾ അതിനാണ് കോപ്സ് ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആംഗിളിനെ ബേസ് ചെയ്തും കുട്ടിയുടെ പ്രായം അനുസരിച്ചുമാണ് നമ്മൾ എപ്പോഴും അതിൻ്റെ ചികിത്സ തീരുമാനിക്കുന്നത്. ഇപ്പോൾ 20 ഡിഗ്രിയിൽ താഴെ വളവാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ യൂഷ്വലി ഒബ്സർവേഷൻ മതി. ഒരു വളരുന്ന കുട്ടിയാണെങ്കിൽ ഈ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലോസ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യുക. 6 മാസം കൂടുമ്പോൾ ഒന്ന് ഫോളോ അപ്പ് ചെയ്ത് നോക്കുക. കാരണം ഈ വളവ് കൂടുന്നുണ്ടോ എന്ന് നോക്കിയാൽ മാത്രം മതി. 20-നും 40-നും ഇടയ്ക്ക് 20 ഡിഗ്രിക്കും 40 ഡിഗ്രിക്കും ഇടയ്ക്ക് വളവ് ഉള്ള കുട്ടികളിൽ, അത് വളരുന്ന കുട്ടിയിൽ നമ്മൾ ഒരു ബെൽറ്റ്, ഒരു ബ്രേസ് പോലെ അഡ്വൈസ് ചെയ്യാറുണ്ട്. അതുപോലെ ചില പ്രത്യേകതരം എക്സസൈസസ്, സ്ട്രോത്ത് എക്സസൈസ് നമ്മൾ ചെയ്യുന്ന പോലുള്ള എക്സസൈസസ് നമ്മൾ അഡ്വൈസ് ചെയ്യും. കാരണം അത് പ്രോഗ്രഷൻ, ഇനി അത് കൂടാൻ സാധ്യതയുണ്ട്, ഇനി കൂടിയാൽ അത് ഓപ്പറേഷൻ വേണ്ടി വന്നേക്കാം എന്ന് ആവശ്യം വരാൻ സാധ്യതയുള്ള ഒരു കാറ്റഗറി ആയതുകൊണ്ടാണ്. അങ്ങോട്ടോ ഇങ്ങോട്ടോ പോവാം അല്ലേ? അതെ. അപ്പോൾ അതിന് നമ്മൾ മാക്സിമം അത് കൂടാതിരിക്കാനുള്ള കാര്യമായിട്ട് നമ്മൾ ബെൽറ്റും എക്സസൈസസ്, ബെൽറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ബ്രേസ് എന്ന് പറയും. 40 ഡിഗ്രിയിൽ കൂടുതൽ വളവുകൾ അത് നമ്മൾ അതൊരു ഓപ്പറേഷൻ, ഒരു സർജറിയിൽ കൂടെ കറക്റ്റ് ചെയ്യേണ്ടി വന്നേക്കാം. എല്ലാ കേസുകളിലും അല്ല, എന്നാലും 40 ഡിഗ്രിയിൽ കൂടുതൽ വളരെ ഫാസ്റ്റായിട്ട് വളയുന്ന ചില കേസുകളിലൊക്കെ ചില കുട്ടികളിലൊക്കെ നമ്മൾ ഒരു ഓപ്പറേഷനിൽ കൂടെ തന്നെ അത് ചികിത്സിക്കേണ്ടി സബ്ജക്റ്റ് ഒരു ക്ലിനിക്കൽ അസസ്മെന്റ് അല്ലേ സർ? തീർച്ചയായിട്ടും. അത് എപ്പോഴും നമ്മുടെ ഇപ്പോൾ 18 വയസ്സ് 19 വയസ്സായ ഒരു കുട്ടിയിൽ നല്ല 45 ഡിഗ്രി വളവ് കണ്ടാലും പലപ്പോഴും നമ്മൾ സർജറി ആവശ്യമില്ല. കാരണം ഇനി അത് കൂടാൻ പോകുന്നില്ല. 45-ൽ അത് നിൽക്കും, അവരുടെ ഹൈറ്റ് സ്റ്റോപ്പായി അല്ലേ, ഗ്രോത്ത്. അതെ. അപ്പോൾ കുട്ടിയുടെ വളർച്ച എത്രത്തോളം ഇനി ബാക്കിയുണ്ട് എന്നുള്ളത് കൂടെ നമ്മൾ എക്സ്റേയിൽ അസസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പം ഒരുപാട് വളർച്ച ബാക്കിയുള്ളതായിട്ട് എക്സ്റേയിൽ കണ്ടാൽ നമ്മൾ കുറച്ചുകൂടെ സർജിക്കൽ കറക്ഷനെ കുറിച്ച് ചിന്തിക്കേണ്ട ഒരു കണ്ടീഷനാണ്. സ്കോളിയോസിസ് ഉള്ള കുട്ടികൾ ഫ്രം എ യങ് ഏജ് എവറി 6 months അവർ എക്സ്റേ ഫോളോ അപ്പ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പം സാധാരണ ഒരാൾക്ക് കിട്ടുന്ന എക്സ്റേ എക്സ്പോഷറിനേക്കാളും കൂടുതലാണ്. അപ്പോൾ ചില പാരൻസ് കൺസേൺ പറയുന്നുണ്ട് എല്ലാ 6 മാസവും എക്സ്റേ എടുക്കുമ്പോൾ അതിൽ റേഡിയേഷൻ്റെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്ന്. എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ഈസ് ഒരു എക്സ്റേ ഷോട്ട് എന്ന് പറയുമ്പോൾ നമ്മളൊരു 1 hour പ്ലെയിനിൽ ട്രാവൽ ചെയ്യുന്ന റേഡിയേഷൻ എക്സ്പോഷർ മാത്രമേ ഒരു എക്സ്റേ ഷോട്ടിൽ ഉള്ളൂ. അപ്പം അത് ഈ കുട്ടികൾക്ക് ഇത് കിട്ടുന്നത് കൊണ്ട് അതിലെന്തെങ്കിലും ഒരു എഫക്റ്റ് ഉണ്ടോ ഇത്രയും എക്സ്റേ എക്സ്പോഷേഴ്സ്? ഇതിൽ എക്സ്റേ എക്സ്പോഷർ എന്ന് പറയുന്നതിൽ ഒരു ഡെഫിനറ്റ്ലി ഒരു റേഡിയേഷൻ്റെ ഒരു ഫാക്ടർ ഉണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു CT സ്കാനോ എന്തെങ്കിലും എടുക്കുമ്പോൾ കിട്ടുന്ന റേഡിയേഷനേക്കാളും ഒരു 300-ൽ 1 in 300 ഒക്കെ ഉള്ള റേഡിയേഷൻ മാത്രമേ ഒരു എക്സ്റേയിൽ കൂടെ കിട്ടുന്നുള്ളൂ. അപ്പോൾ അതിന് ഒരു ചെറിയതാണെങ്കിലും അതിൻ്റേതായിട്ടുള്ള ഒരു റേഡിയേഷൻ ഫാക്ടർ ഉണ്ട്. പക്ഷെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ നമ്മൾ എപ്പോഴും നോക്കുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന് റിസ്ക്, ഒരു കാര്യത്തിൻ്റെ റിസ്ക്, ഒരു കാര്യത്തിൻ്റെ ബെനിഫിറ്റ്. അപ്പോൾ നമ്മൾ ഒരു എക്സ്റേ എടുക്കുന്നതിന് മുമ്പ് നമ്മൾ എക്സ്റേ എടുക്കാതിരുന്നാൽ വരുന്ന റിസ്ക്, അതായത് വളവ് കൂടിയിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഇതിലെ റിസ്ക്. എക്സ്റേ എടുക്കുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ്. അപ്പം ഈ 2 കാര്യങ്ങൾ നമ്മൾ എപ്പോഴും എക്സ്റേ എടുക്കുന്നത് കൊണ്ടുള്ള റിസ്ക്, റേഡിയേഷൻ ഉണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും കൂടെ തുലനം ചെയ്ത് നോക്കിയിട്ടാണ് നമ്മൾ കുട്ടികളെ എക്സ്റേ എടുക്കണോ വേണ്ടതെന്ന് തീരുമാനിച്ചത്. സാധാരണഗതിയിൽ നമ്മൾ പീക്കായിട്ട് നല്ല ഫാസ്റ്റായിട്ട് വളരുന്ന ടൈമിലാണ് 6 മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ ചിലപ്പോൾ 4 മാസത്തിലൊരിക്കൽ തന്നെ എക്സ്റേ എടുക്കാൻ പറയുന്നത്. അതൊരു മെൻസസ് ഒക്കെ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ടുള്ള ടൈമിലും അത് കഴിഞ്ഞിട്ടുള്ള 1-2 വർഷം, അത് കഴിഞ്ഞ് ഒരു 15-16 വയസ്സൊക്കെ ആയി കഴിയുമ്പോൾ പിന്നെ അത് വർഷത്തിലൊരിക്കലോ വല്ലതും എക്സ്റേ എടുത്താലും മതിയാവും. പക്ഷേ നന്ദൻ പറഞ്ഞത് ശരിയാണ്, ഓരോ എക്സ്റേയിലും അതിൻ്റേതായിട്ടുള്ള ഒരു റേഡിയേഷൻ്റെ ഫാക്ടർ ഉണ്ട്. യങ് കിഡ്സ് വരുമ്പോൾ 2-3 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പാരൻസിന് എപ്പോഴും ഉണ്ട്. ഒന്ന്,
മോക്ക് ഈ സ്കോളിയോസിസ് വന്നത് സ്കൂൾ ബാഗ് ഇട്ടുകൊണ്ടാണോ? യെസ് ഓർ നോ? No, school bag doesn't cause scoliosis. Heavy school bags can cause backache possibly, but not scoliosis. ആൻഡ് രണ്ടാമത്തെ കാര്യം, അമ്മയ്ക്ക് വളവുണ്ടായിരുന്നു, മോക്കും വളവ് വരുമോ? So, like Dr. Ashok said, there are like conditions like neuromuscular scoliosis and syndromic scoliosis. For one example is neurofibromatosis. It's a disease of the nerves which has scoliosis as one of its components. So it can run in family. So if a parent has a scoliosis due to this condition, the child may also develop scoliosis. അമ്മയ്ക്ക് സ്കോളിയോസിസ് ഉണ്ട്, കുഞ്ഞിന് സ്കോളിയോസിസ് വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ മോണിറ്റർ ചെയ്യണം. കാരണം സ്കോളിയോസിസിനെ നമ്മൾ അഡോളസെൻ്റ് ഇഡിയോപ്പത്തിക് എന്ന് പറഞ്ഞാൽ പോലും നമുക്ക് ഇതുവരെ അതിന് കാരണം കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്നേ ഉള്ളൂ, കാരണമില്ല എന്നതിന് അർത്ഥമില്ല. അപ്പോൾ ഒരു ജനറ്റിക് ബേസിസ് നമ്മൾ കണ്ടുവരുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ ഒരു കുഞ്ഞിനെ സ്കോളിയോസ് ഉള്ളവർ ഐഡൻറ്റിഫൈ ചെയ്താൽ ആ കുട്ടിയുടെ കസിൻസിനോ അല്ലെങ്കിൽ മെറ്റേണൽ സൈഡിലോ മറ്റു കുട്ടികൾക്കും ചെറിയ രീതിയിലുള്ള വളവുകൾ നമ്മൾ കണ്ടുവരാറുണ്ട്. എല്ലാ തരം വളവുകളും നമുക്ക് പെട്ടെന്ന് ഒരു കുട്ടിയെ പുറത്തുനിന്ന് കാണുമ്പം അറിയണമെന്നില്ല. ഇതുപോലെ കഫക്കെട്ടിനോ വല്ല എക്സ്റേ എടുക്കുമ്പോഴായിരിക്കും നമ്മളത് അറിയുന്നത്. അതുകൊണ്ടൊരു ചെറിയ ജനറ്റിക് ബേസിസ് ഇതിനുണ്ട്. അത് നമ്മൾ ഇനിയും അതിന് വ്യക്തമായിട്ട് കണ്ടുപിടിക്കാനിരിക്കുന്നതേ ഉള്ളൂ. സരി, സ്കോളിയോസിസ് എന്ന് പറയുന്ന ഒരു ലാറ്ററൽ കർവ് എസ് പോലെ ഇരിക്കും ഒരു നമ്മൾ ഫ്രണ്ടിൽ നിന്നോ ബാക്കിൽ നിന്നോ എക്സ്റേ കാണുമ്പോൾ. പക്ഷേ ഈ സ്കോളിയോസിസിനോട് ചേർന്ന് കൂടി കൈഫോസിസ്, ഹൈപ്പർ കൈഫോസിസ് അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. അതിനെപ്പറ്റി ഒരു 2 വാക്ക് പറയാൻ പറ്റുമോ? So kyphosis is seen in children, usually in the teenagers, those who have mainly a postural kyphosis. Children who spend a long time sitting and studying, they may develop a postural kyphosis, but that usually recovers on its own. നമുക്ക് ഒരു നോർമലി തന്നെ നമ്മുടെ മുതുകിൻ്റെ ഭാഗത്ത് തൊറാസിക് സ്പൈനിന് ഒരു കൈഫോസിസ് ഉണ്ട്. 20 മുതൽ 50 ഡിഗ്രി വരെയുള്ള കൈഫോസിസ് കൺസിഡേർഡ് നോർമൽ. അതിൽ കൂടുതൽ കൈഫോസിസ് വരും. ഇപ്പോൾ സ്കോളിയോസിൻ്റെ കൂടെ ഇപ്പോൾ എപ്പോഴും നട്ടലിൽ ഒരു വശത്തേക്ക് സ്കോളിയോസിസിൽ വളയുമെങ്കിലും അതിൽ കൈഫോസിസ് കൂടുകയോ കുറയുകയോ ചെയ്യുക. അതും കൂടെ അതിലൂടെ അസോസിയേറ്റഡ് ആയിട്ട് വരുന്നതാണ്. കാരണം നട്ടൽ ഒരു സൈഡിലേക്ക് വളയുന്നതിൻ്റെ കൂടെ തന്നെ അത് റൊട്ടേറ്റ് ചെയ്യുകയും കൂടെ ചെയ്യും, റൊട്ടേഷനും കൂടെ. അപ്പോൾ യൂഷ്വലി ഇഡിയോപ്പത്തിക് സ്കോളിയോസിസ് എന്ന് പറയുന്നതിൽ മുതുകിൻ്റെ ഭാഗത്തുള്ള കൈഫോസിസ് അഥവാ കൂനൽ കുറയുകയാണ് ചെയ്യുന്നത്. ചില കേസുകളിൽ നമ്മളത് കാണാം, അതിൽ കുറച്ച് കൂന് കുറയുന്നതിന് പകരം കൂടുതലാണ് കാണുന്നത്. ആ കേസുകളിൽ നമ്മൾ സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും ഞരമ്പിന് പ്രോബ്ലം ഉണ്ടോ എന്ന് നമ്മൾ MRI സ്കാനൊക്കെ എടുത്ത് തീർച്ചയായിട്ടും പരിശോധിച്ച് നോക്കേണ്ടതാണ്. എല്ലാ സ്കോളിയോസിസിനും MRI ആവശ്യമാണോ? No, not needed. ഓക്കെ. അതിൽ പിന്നെ അഡോളസെൻ്റ് ഇഡിയോപ്പത്തിക് സ്കോളിയോസിസ് ആണ് നമുക്ക് 100% ഉറപ്പുള്ളതിന് MRI സ്കാൻ ആവശ്യമില്ല. പക്ഷേ ഞരമ്പിന് എന്തെങ്കിലും പ്രോബ്ലം ഉള്ളതായിട്ട് തോന്നുന്ന കേസുകളിൽ മാത്രം, ന്യൂറോമസ്കുലർ അല്ലെങ്കിൽ കൺജനിറ്റൽ സ്കോളിയോസിസിലൊക്കെ MRI സ്കാൻ്റെ ആവശ്യമുണ്ട്. ആസ് എ പീഡിയാട്രിക് ഓർത്തോപീഡീഷ്യൻ, ഒരു മാസ് സ്ക്രീനിങ് എന്നുള്ള രീതിയിൽ ഹാവ് യു എവർ തോട്ട് ഇത് സ്കോളിയോസിസിന് വേണ്ടി ചെയ്യണം, അങ്ങനെ ഒരു സൊസൈറ്റൽ ചേഞ്ച് കൊണ്ടുവരുന്നതിനെ പറ്റി വാട്ട് ഡു യു തിങ്ക്? ഇസ് ദാറ്റ് സംതിങ് ദാറ്റ് ഈസ് പ്രാക്ടിക്കലി പോസിബിൾ? നമ്മുടെ ഒരു സൊസൈറ്റിയിൽ അത് ചെയ്യുന്നതുകൊണ്ട് ബെനിഫിറ്റ്സ് ഡെഫിനറ്റ്ലി ഉണ്ട്, പക്ഷെ അത് അങ്ങനെ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ എന്തായിരിക്കും? So one thing which we can do is screen the children who come to hospital in the first place. So there are children who come for pediatric consultation, pediatric orthopedic consultation for other conditions or other problems. So these children can be screened. The second option is to do a screening at school, when the children are at school. And there's a very simple test available to find if a child has scoliosis. It's called a forward bending test. All you have to do is ask the child to bend forward, and the person who's examining has to stand behind the child. If there's a difference in the height of the chest or a difference in the shape of the chest, Back, when the child is bent forward, the child may potentially have scoliosis and should be referred for a medical professional. for the medical. Okay. And this is a very simple thing. I think actually as a hospital we can propagate this to all schools. Of course there will be schools who will be doing it, but I think this is something we can reach out to schools and probably physical education trainers-നെയൊക്കെ നമുക്ക് അവയർനെസ് കൊടുക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണത്. നന്ദൻ, പിന്നെ നമ്മുടെ സ്കോളിയോസിസിൻ്റെ ഈ സർജറി ആവശ്യമില്ലാത്ത അതിന് മുമ്പുള്ള, അതായത് ഒരു ലെസ് ദാൻ 40 ഡിഗ്രി കർവിലൊക്കെ ഒരു പ്രത്യേകതരം എക്സസൈസ്, ഷ്രോത്ത് എക്സസൈസ് എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം ടെക്നീക്ക് ഉപയോഗിക്കുന്ന ഫിസിയോതെറപ്പിസ്റ്റാണ്. അപ്പോൾ അതിനെക്കുറിച്ച്
നന്ദൻ നമ്മൾ പ്രേക്ഷകരെ കൂടുതൽ ഒന്ന് അവെയർ ആക്കിയാൽ കൊള്ളാമായിരുന്നു. സർ, ഈ ഷ്രോത്ത് എന്ന് പറയുന്ന ഒരു ജർമ്മൻ എക്സസൈസ് മെത്തഡോളജിയാണ്. ഓൾമോസ്റ്റ് 100 years ആയിട്ടുള്ളത്. ഇപ്പോഴാണ് ഇറ്റ് ഹാസ് സ്റ്റാർട്ടഡ് ഡീസെൻട്രലൈസിങ്. ഐ തിങ്ക് ഇന്ത്യയിൽ തന്നെ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. കേരളത്തിൽ ഐ തിങ്ക് ഐ ആം ദ ഫസ്റ്റ് ഗൈ ഹു വാസ് ബീങ് ട്രെയിൻഡ് ഇൻ ഷ്രോത്ത്. എൻ്റെ അറിവിൽ വേറെ ആരും ഇല്ല. സോ ഷ്രോത്ത് മെത്തഡോളജി എന്ന് പറയുന്നത് ഇറ്റ്സ് കോൾഡ് എ 3-dimensional ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ 3 dimensions എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിന് 3 പ്ലെയിൻസ് ഉണ്ട്. ഈ 3 പ്ലെയിൻസിലും സ്പൈനിന് ചലനമാറ്റങ്ങൾ ഉണ്ടാകും സ്കോളിയോസിസിൽ. ഈ 3 പ്ലെയിൻസിനെയും കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവർ യൂസ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി. വളരെ അഗ്രസീവായിട്ട് സ്പൈനിനെ തിരിച്ച് പിടിച്ച് വലിക്കുകയോ അല്ലെങ്കിൽ വളരെ ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള ഒരു മാനിപ്പുലേഷനും ഇല്ലാതെ മസിൽ സിനർജീസും ബ്രീത്തിങ് ടെക്നീക്സും യൂസ് ചെയ്താണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ദർ ആർ സ്പെസിഫിക് എക്സസൈസ് പാറ്റേൺസ്. വളരെ റിഗറസ് ആയിട്ടുള്ള ഒരു അസസ്മെൻ്റ് ഉണ്ട്. ഒരു കുട്ടി ഇപ്പം ലംബാർ കേവ്, അതായത് വയറിൻ്റെ ബാക്ക് സൈഡിലുള്ള സ്പൈനിലുള്ള കേവ് ആയിട്ട് വരുന്നതാണോ, നെഞ്ചിൻ്റെ ബാക്കിലുള്ള കേവ് ആയിട്ട് വരുന്നതാണോ, അത് രണ്ടും ഉണ്ടോ, ഇത് ഏതാണ് കേവ് പ്രിഡോമിനൻ്റ് ആയിട്ടുള്ളത്. ഇപ്പോൾ ഒരു എസ് കേവ്, നെഞ്ചിൻ്റെ ബാക്കിലും വയറിൻ്റെ ബാക്കിലും കേവുള്ള ഒരു കുട്ടി വരുമ്പം നെഞ്ചിൻ്റെ ബാക്കിലാണ് കേവ് കൂടുതലെങ്കിൽ അത് ഏത് ഡയറിലാണോ ആ സൈഡിലുള്ള കാലിൽ കൂടുതൽ വെയിറ്റ് കൊടുത്തായിരിക്കും ആ കുട്ടി നടക്കുക. അതിനോടനുബന്ധിച്ച് ആ കുട്ടിയുടെ ഷോൾഡറും ഹിപ്പും ഇൻവോൾവ് ആയിരിക്കും. ഇപ്പം തൊറാസിക് കേവ് എന്ന് പറയുന്നത് നെഞ്ചിൻ്റെ ബാക്കിലുള്ള കേവ് ആണ് വരുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി റൈറ്റ് സൈഡിൽ അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു റിബ് ഹമ്പ് ഉണ്ടാവും ആ കുട്ടിക്ക്. അപ്പം അതിൻ്റെ മുകളിലുള്ള തോൾപ്പട്ട, ഷോൾഡർ ബ്ലേഡ് എപ്പോഴും ഒരു പ്രൊട്ടക്ടർ. അപ്പോൾ ആ കുട്ടിയുടെ തോൾ ഇങ്ങനെ ആയിരിക്കും ഇരിക്കുക. അപ്പം ദാറ്റ് കോൺട്രിബ്യൂട്ട്സ് മോർ റിബ് ഹമ്പ്. അപ്പോൾ അതിനെ പൊസിഷണൽ എക്സസൈസസ് വെച്ച് കറക്റ്റ് ചെയ്യുക. അതിൻ്റെ കൂടെ ഈ റിബ്സിൻ്റെ താഴെ വരുന്ന ഭാഗത്താണ് ഹോളോയിങ് ഉണ്ടാവുക. അതായത് വയറിൻ്റെ ബാക്ക് സൈഡിൽ ഒരു സൈഡിൽ സാർ നേരത്തെ പറഞ്ഞ വയറകത്തോട്ട് വളവുണ്ടായിരിക്കും. ആ ഒരു ഏരിയയിൽ മസിൽസും ലങ്സിൻ്റെ ഒരു ചെറിയ പാർട്ടും മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ഏരിയയെ ബ്രീത്തിങ് പാറ്റേൺസ് വെച്ച് നമ്മൾ വികസിപ്പിച്ചെടുക്കുക. അപ്പോൾ ഇങ്ങനത്തെ ബേസിക് സ്ട്രാറ്റജീസ് യൂസ് ചെയ്താണ് നമ്മൾ ഇതിനെ ട്രീറ്റ് ചെയ്യാറുള്ളത്. ആൻഡ് ഈ ഒരു 100 yearsൻ്റെ ലെഗസി ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഒരു സ്ട്രോങ് റിസർച്ച് ഫൗണ്ടേഷൻ ഉണ്ട്. ഇതൊരു വളരെ എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രാക്ടീസാണ്. ദർ ഹാസ് ബീൻ ടൺസ് ഓഫ് പേപ്പർ വർക്ക് ഡൺ ഓൺ ദിസ് ആൻഡ് നല്ല സ്ട്രോങ് ലിറ്ററേച്ചർ ഫൗണ്ടേഷൻ ഉള്ള ഒരു എക്സസൈസ് റെജിമിനാണ്. ദാറ്റ് ഈസ് വൺ റീസൺ ആക്ച്വലി അശോക് സാർ എഗ്രി ടു വി ക്യാൻ വർക്ക് വിത്ത് ദിസ് ആൻഡ് സീ ഹൗ ഇറ്റ് ഗോസ് അല്ലേ. കാര്യം എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ളൊരു പ്രാക്ടീസ് അതാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൽ പിന്നെ ഈ പറഞ്ഞ കുട്ടി, അതായത് സ്കോളിയോസിസ് ഉള്ള കുട്ടി എത്ര സെഷൻസ് ഹോസ്പിറ്റലിൽ വരേണ്ടി വരും, അതോ വീട്ടിൽ വെച്ച് ചെയ്യുന്നതാണോ? സാർ, ഇതൊരു ജിക്സോ പസിൽ പോലെയാണ് ഈ ഒരു സംഭവം. സോ നമ്മൾ ഫസ്റ്റ് സെഷനിൽ ആ കുട്ടിയെ ഞാനൊരു 3 എക്സസൈസ് ആയിരിക്കും പഠിപ്പിക്കുന്നത്. 3ഉം ഒരു ബന്ധമില്ലാത്ത 3 എക്സസൈസ്. ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ പാർട്ട് ബൈ പാർട്ടായിട്ട് നമ്മൾ ഇതിനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരും. ബൈ ഒരു 10th സെഷൻ ആൻഡ് ഈ 10 സെഷൻ്റെ ഇടയിൽ ഡെഫിനറ്റ്ലി ഗ്യാപ്സ് ഉണ്ടാകും. യൂഷ്വലി നമ്മളിവിടെ ഞാൻ സാറ്റർഡേ സൺഡേസുമാണ് ഈ കുട്ടികൾക്ക് വേണ്ടി, കാര്യം സ്കൂളില്ലാത്ത ദിവസങ്ങൾ. അപ്പം ഈ ഓരോ സെഷനിലും ഓരോ ആക്ടിവിറ്റി ബിൽഡ് ചെയ്ത് ഹോംവർക്ക് ആയിട്ട് ഇവരെ വീട്ടിൽ ചെയ്യിക്കാൻ ഇവരുടെ അമ്മയ്ക്കും കൂടെ പഠിപ്പിച്ചാണ് കൊടുക്കുന്നത്. യൂഷ്വലി അമ്മമാരാണ് ഉണ്ടാവാറുള്ളത്, അതുകൊണ്ട്, അല്ലെങ്കിൽ അച്ഛന്. ബട്ട് ഇത് പഠിപ്പിച്ച് കഴിഞ്ഞാൽ ഇവർ ഈ ഹോംവർക്ക് ചെയ്ത് വരുമ്പം ഇതിൻ്റെ ടോപ്പപ്പ് ആയിട്ട് ഓരോ എക്സസൈസ് ഞാൻ ആഡ് ചെയ്യും. എന്നിട്ട് ഇതിൽ പല ആക്ടിവിറ്റീസും ഒരുമിച്ച് ക്ലബ് ചെയ്ത് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ഒരു പൊസിഷനിലിരുന്ന് അവർ മസിൽസിനെ ഹാർഡായിട്ട് കൺട്രാക്ട് ചെയ്യാൻ പറയും. അതിൻ്റെ കൂടെ അടുത്ത സെഷൻ വരുമ്പോൾ അതേ പൊസിഷനിലിരുന്ന് ബ്രീത്തിങ് കൂടെ ചെയ്യാൻ പറയും. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് പഠിപ്പിക്കാൻ പറ്റില്ല, ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പഠിപ്പിക്കും. ഐഡിയലി ഒരു ലെവൽ 1 രീതിയിലുള്ള എക്സസൈസസ് മാസ്റ്റർ ചെയ്യാൻ ഒരു 15 to 20 സെഷൻസ് ഇവർക്ക് വേണ്ടി വരാറുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾ ദേ ആർ വെരി സ്മാർട്ട്. ഐ തിങ്ക് ഒരു 15 സെഷൻസിൽ തന്നെ പലരും പിക്കപ്പ് ചെയ്യും. അത് കഴിഞ്ഞ് ഐ പ്രിഫർ ദം മീറ്റിംഗ് മീ once a month ബിക്കോസ് ഐ വോണ്ട് ടു സീ ദേ ആർ നോട്ട് ട്രെയിലിംഗ് ഓഫ്, എക്സസൈസസ് കറക്റ്റായിട്ട് പോകുന്നുണ്ട്, ആ പാറ്റേൺസ് സ്റ്റിക്ക് ഓൺ ചെയ്യുന്നുണ്ടെന്നറിയാം. ബട്ട് ആ ഒരു ടൈം ഫ്രെയിമേ ഇവിടെ വരുന്നുള്ളൂ. പിന്നെ വൺസ് ഒരു 6 months to നമ്മൾ ഡോക്ടേഴ്സിൻ്റെ കൂടെ റിവ്യൂ വരുമ്പോൾ കേവിൻ്റെ ഗ്രോത്തും പാറ്റേണിലുള്ള ചേഞ്ചസ് അനുസരിച്ച് വി വാട്ടർ ഡൗൺ സംതിങ്സ്, ചില കാര്യങ്ങൾ കുറച്ചും കൂടെ സ്ട്രോങ്ങർ ആക്കും. സോ ഇറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ് റിവ്യൂ പ്രോസസ്സ്. ഐഡിയലി ഒരു 3 വർഷത്തെ പ്രോസസ്സാണിത്. ആൻഡ് 3 വർഷവും എൻ്റെ പേഷ്യൻ്റായിട്ടിരിക്കുന്നില്ല അവിടെ, മന്ത്ലി വൺസ് റിവ്യൂ ആയിരിക്കും. പക്ഷേ ബേസിക്സ് പഠിക്കാൻ ഒരു 15 to 20 സെഷൻസ് വരെ വേണ്ടി വരാറുണ്ട്. സാറ് കണ്ട ഏറ്റവും വലിയ കർവ് എത്രയാണ്? കർവ് ഏറ്റവും വലുതെന്ന് വെച്ച് കഴിഞ്ഞാൽ 145 ഡിഗ്രി കർവുകളൊക്കെ കാണാറുണ്ട്. അതൊക്കെ സർജിക്കൽ കറക്ഷൻ ആവശ്യമായിട്ട് വരുന്ന കർവ്സ് ആണ്. ഇപ്പം വളവ് കൂടുന്നതനുസരിച്ച് നമുക്ക് ഓപ്പറേഷൻ്റെ റിസ്ക് ഫാക്ടേഴ്സും കൂടുതലായിരിക്കും. അപ്പോൾ നമ്മളത് നല്ല രീതിയിൽ രോഗിയെ കൗൺസിൽ ചെയ്യും, അതിൻ്റെ വരാവുന്ന റിസ്ക് ഫാക്ടേഴ്സും എല്ലാം. വളവ് ഒരുപാട് കൂടുന്നതിന് മുമ്പ് സർജിക്കലി അഡ്രസ്സ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതൊരു 100 degrees ഒക്കെ കഴിയുന്നതിന് മുമ്പ് തന്നെ ചെയ്യുന്നതാണ്
ഏറ്റവും നല്ലത്, ഏറ്റവും ഐഡിയൽ ഒരു 60-70 ഡിഗ്രിയിലൊക്കെ ചെയ്യുമ്പോൾ അപ്പം വളരെ റിസ്ക് ഫാക്ടർ വളരെ കുറവുള്ള, വളരെ സേഫ് ആയിട്ടുള്ള ഒരു സർജിക്കൽ രീതിയിലൂടെ ഇതിനെ കറക്റ്റ് ചെയ്യാൻ സാധിക്കും സർജിക്കലി. ഈ ഓവർ എന്തൂസിയാസം കാരണം ലോട്ട് ഓഫ് തിങ്സ് ഗോ മിസ്സിങ് നമ്മുടെ അസസ്മെൻറ്റിൽ. ചിലപ്പം സ്കോളിയോസിസ് കാണുമ്പോൾ ആക്ച്വലി പ്രവീൺ സാറുമായിട്ട് എനിക്കൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ഇൻസിഡൻ്റ് ഉണ്ട്. ഞാനൊരു കുട്ടിയെ കണ്ടു, സ്കോളിയോസിസ് ആണ്. അപ്പോൾ സാർ ഒന്ന്, കൊച്ചുകുട്ടിയാണ്, അപ്പോൾ സാർ ഒന്ന് നോക്കണം എന്ന് പറഞ്ഞ് ഞാൻ വിട്ടു. പുള്ളി നോക്കിയപ്പോൾ സ്കോളിയോസിസ് അല്ല, ആ കുട്ടിയുടെ കാലിനൊരു ലെങ്ത് ഡിഫറൻസേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ലിംബ് ഡിസ്ക്രിപ്പൻസി കൊണ്ടുവന്ന ഒരു സ്കോളിയോസിസ് ആണ്. അങ്ങനെ ഒരു കാറ്റഗറി ഉണ്ട്. കുഡ് യു ടെൽ മീ സംതിങ് അബൌട്ട് ദാറ്റ്? Yeah, so one of the possible complications of limb length discrepancy or shortening of one leg is development of scoliosis. Even though the child may have a curvature of the spine, it's actually due to the difference in the leg lengths. And one way you can decide whether it's due to the limb length shortening is to give the child a shoe raise to equalize the legs. And if on giving a shoe raise the scoliosis disappears, then we know that it is due to the shortening of the അപ്പൊ ജസ്റ്റ് ഒരു എക്സ്റേ വിത്ത് റേസ് വിൽ ആക്ച്വലി ട്രൂ അതല്ലേ? Yes. ഒറ്റ ദിവസം കൊണ്ട്, ഒറ്റ ഒരു പ്രോപ്പർ ഡയഗ്നോസിസ് കൊണ്ട് വി ക്യാൻ ക്ലിയർ ദാറ്റ് പാർട്ട് അല്ലേ സർ? ഓക്കെ, സോ ഐ തിങ്ക് വി ആർ ഗോയിങ് ടു വൈൻഡ് അപ്പ് അബൌട്ട് അവർ സെഷൻ ഓൺ സ്കോളിയോസിസ്. സോ റിമെമ്പർ, ജൂൺ ഇസ് സ്കോളിയോസിസ് അവയർനെസ് മന്ത്. ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ ഡെഫിനറ്റ്ലി ഡോക്ടർ ഗൂഗിൾ ഉണ്ട്. ബട്ട് സ്റ്റിൽ ഓൾവേസ് സ്റ്റിക്ക് ടു പ്രൊഫഷണൽ, ദാറ്റ് ഓൾവേസ് ഹെൽപ്സ്. Thank you so much for your time, doctors. This has been a very eye-opening session for me.